നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഗ്രീൻ ടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനീഷാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സബ് വിന്നറിനെ പ്രഖ്യാപിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ബുള്ളറ്റിൻ്റെ വില, അതായത് ഈ പുറകെ കാണുന്ന നമ്മുടെ പോലീസിൽ നിന്ന് ഓപ്ഷനിലെടുത്ത വണ്ടിയുടെ കറക്റ്റ് വില, അതായത് ഇപ്പോൾ ഇറങ്ങിയ അതിൻ്റെ ടോട്ടൽ പണിയും വണ്ടിയുടെ എല്ലാ ചിലവും കൂടെ ചേർത്തിട്ടുള്ള ടോട്ടൽ എമൗണ്ട് കറക്റ്റായിട്ട് പ്രവചിച്ചു കഴിഞ്ഞാൽ ആ ഒരു ആൾക്ക് വണ്ടി ഗിവ് അവേ ആയിട്ട് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഏകദേശം 4000-ഓളം പേര് ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു 10-200-ഓളം പേര് അതിൽ എമൗണ്ട് പ്രവചിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ വണ്ടിയുടെ വിലയുമായിട്ട് അടുത്തൊക്കെ വരുന്നത് ഏകദേശം 1.5 ലക്ഷത്തിൻ്റെ മേലോട്ട് വരുന്ന എമൗണ്ടുകളാണ് ഞാൻ പ്രധാനമായിട്ട് അതിൽ നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം സങ്കടകരമായ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഡോ ട്രാവലർ 50,000 രൂപയാണ് ഈ വണ്ടിക്ക് ഇട്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മുടെ ചാനലിൽ പൊതുവെയുള്ള വീഡിയോസ് എല്ലാം ഏറ്റവും എക്കണോമിക്കലായിട്ടുള്ള രീതിയിൽ എങ്ങനെ പെയിൻ്റ് അടിക്കാം, എങ്ങനെ റെസ്റ്റോർ ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളായതുകൊണ്ടാണെന്ന് തോന്നുന്നു പുള്ളി അങ്ങനെ കമൻറ്റ് ചെയ്തത്. പക്ഷേ ഈ ഒരു വാഹനം അങ്ങനെ ചെയ്തതല്ല. അതായത് റോയൽ എൻഫീൽഡിൻ്റെ ഈ ഒരു മോഡൽ 2005 മോഡൽ, ഇതൊക്കെ ഡിസ്കണ്ടിന്യൂ ചെയ്ത മോഡലാണ് 2010. അപ്പോൾ ഇതുപോലത്തെ ഒരു വാഹനം പുതിയത് വാങ്ങാൻ കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും മികച്ചൊരു വാഹനം തന്നെ സ്വന്തമായിട്ട് വേണമെന്നുള്ളൊരു ആവേശത്തിലാണ് ഈ ഒരു സാധനം നമ്മൾ പോലീസിൽ നിന്ന് ഓപ്ഷനിലെടുത്ത് റെസ്റ്റോർ ചെയ്തത്. ഇതിൽ ഞാൻ ഒരു പണിയും ചെയ്തിട്ടില്ല. എല്ലാ പണിയും പുറത്ത് കൊടുത്ത്, ലെയ്ത്തിൽ കൊടുത്ത്, മേസ്തിരിയെ കൊടുത്ത് ആണ് ചെയ്തിരിക്കുന്ന. ഒരു ബോൾട്ട് പോലും ഞാൻ അതിൽ സ്വന്തമായിട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുന്നത്, ഷാഡോ ട്രാവലർ 50,000 രൂപ, അടുത്ത് പ്രതാപ് സിംഗ് 59,500 രൂപ, ഷഹബീഖ് നസർ 61,200 രൂപ. സുഹൃത്തുക്കളെ, കഷ്ടം. എന്തായാലും വളരെ കുറച്ച് എമൗണ്ടാണ് അവർ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ എമൗണ്ട് പ്രവചിച്ചിരിക്കുന്നത് അരുൺ അശോകനാണ്, 3,60,000 രൂപ. ബാക്കി ഏകദേശം അടുത്തുള്ള എമൗണ്ടുകളൊക്കെ പ്രവചിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതിനുള്ള മേജറായിട്ടുള്ള പണികളുടെ എമൗണ്ട് ഞാൻ പറയാം. അതായത് വണ്ടി വാങ്ങിയ എമൗണ്ട് തന്നെ ആദ്യം പറയാം. ഇത് 76,000 രൂപയ്ക്ക് ആണ് നമ്മൾ പോലീസിൽ നിന്ന് ലേലം കൊണ്ടത്. അത് ലേലം കൊണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പോലീസിൽ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റ് വാഹനങ്ങൾ ഓപ്ഷൻ കൊടുക്കുന്നത് 1.5 വർഷം മുമ്പ് വരെ. അതിൽ നിയമം ഇപ്പോൾ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്, അത് ഞാൻ പറയാം. അതായത് പണ്ട് കാലത്ത്, മീൻസ് 1.5 വർഷം നേരത്തെ, നമുക്കൊരു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വാഹനം ലേലം ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് അവർക്ക് കണ്ടം ചെയ്യാറായ വാഹനങ്ങൾ അവർ അവരുടെ വെബ്സൈറ്റിലിടും. www.keralapolice.org ആ ഒരു വെബ്സൈറ്റിൽ ടെൻഡേഴ്സിൻ്റെ കൂടെ, അനൗൺസ്മെൻറ്റ്സിൻ്റെ കൂടെ ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ ലേലത്തിൽ പോയി പങ്കെടുക്കാം. അപ്പോൾ ഒരു EMD നമ്മളവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ ആ വണ്ടി ഒന്നും വാങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ലേല നടപടി കഴിയുമ്പോൾ തന്നെ ആ ഒരു പൈസ നമുക്ക് തിരിച്ചു തരും. നമുക്ക് ആ പൈസയും കൊണ്ട് പോകാം. അല്ല നമ്മൾ വണ്ടി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ആ ഒരു തുകയുടെ എമൗണ്ട്, എത്ര രൂപയാണ് നമ്മളെ വിളിക്കുന്നത്, ആ ഒരു പൈസ നമ്മളവിടെ കെട്ടിവെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു വണ്ടി വാങ്ങിക്കുന്നതിൻ്റെ ഒരു പ്രൊസീജിയർ. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. ഇപ്പോൾ അത് MSTCയുടെ e-commerce വെബ്സൈറ്റ് വഴിയാണ് വാങ്ങിക്കാൻ പറ്റുന്നത്. അതായത് നമ്മളൊരു ഓൺലൈൻ ബയറായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ചെയ്യണം. അതൊരിത്തിരി ചടങ്ങാണ്. ഓക്കെ, അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ ഒരു വണ്ടി വാങ്ങിയത്. അപ്പോൾ 76,000 രൂപയും പ്ലസ് GST, അപ്പോൾ 82,490 രൂപയാണ് ഈ വണ്ടിയുടെ വില. അപ്പോൾ പല ആൾക്കാരും, എനിക്കൊന്നൊരു 30% ആൾക്കാരും അതിൽ കുറച്ചാണ് ഈ വണ്ടിയുടെ ഇപ്പോഴത്തെ വിലയായിട്ട് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്തായാലും പോട്ടെ. അടുത്തതായിട്ട് ഇതിൻ്റെ മെയിൻ പണികൾ ഞാൻ ജസ്റ്റ് എൻ്റെ മുഖം കാണിക്കാതെ വണ്ടിയെ തന്നെ ഒന്ന് കാണിച്ചിട്ട് പറഞ്ഞു പോരാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വണ്ടി കാണിച്ചിരുന്നു, പക്ഷേ അതിൻ്റെ എമൗണ്ട് ഉള്ളൊന്നും കറക്റ്റായിട്ട് പറഞ്ഞില്ല. അപ്പോൾ ഒരു അരുവെന്ന് പറഞ്ഞു പോകാം. ഇതിൻ്റെ മെയിനായിട്ടുള്ള എമൗണ്ട് വരുന്ന ഭാഗങ്ങൾ, ഇത് 800 രൂപ എങ്ങണ്ടായി. ഈ ക്ലാസിക്കിൽ വരുന്ന ഹെഡ്ലൈറ്റ് ആണ്. ഇതിൽ വരുന്ന സ്പോക്സ്, ഇതെല്ലാം പുതിയ സ്പോക്സ് ആണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്പോക്സ് ആണ്. 4,000 രൂപയാണ് ഇതിൻ്റെ വില വന്നിരിക്കുന്നത്. ഇത് ക്രാഷ് ഗാർഡ് 2,800 രൂപയാണ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ക്രാഷ് ഗാർഡാണ്, തുരുമ്പിക്കത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ക്ലച്ച് ഭാഗത്ത് ഇവിടെ 4 പ്ലേറ്റ് ക്ലച്ചാണ് വന്നിരിക്കുന്നത്. ഇത് 4,000 രൂപയാണ് 4 പ്ലേറ്റ് ക്ലച്ച്. അതുപോലെ തന്നെ ഇവിടുത്തെ നമ്മുടെ കോയിലും മാഗ്നറ്റ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അതിന് 2,500 രൂപയാണ്. അപ്പോൾ അതിന് എമൗണ്ട് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ബാറ്ററി കവർ 850 രൂപ എങ്ങണ്ടായിരുന്നു. ഇപ്പോൾ കൂടിയിട്ടുണ്ട്, 1,200 രൂപ അടുപ്പിച്ചെങ്ങണ്ടായിട്ടുണ്ട് ഈ ഒരു ബാറ്ററി കവറിൻ്റെ വില. പിന്നെ ഇതിൻ്റെ സാരി ഗാർഡ് 750 രൂപയാണ്. സാരി ഗാർഡ് ഷോക്ക് ഒബ്സർവർ ഇതിന് 1,600 രൂപയാണ്. പുതിയ ഷോക്ക് ഒബ്സർവറാണ്. പിന്നെ ഇതിൻ്റെ ടയറുകൾ, 2 ടയർ 4,200 രൂപ, ഫ്രണ്ടും ബാക്കും കൂടെ. പെയിൻറ്റിങ്, വണ്ടിയുടെ പെയിൻറ്റിങ്ങിന് 13,500 രൂപയാണ് പെയിൻറ്റിങ്ങിന് ചിലവ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ലൈൻസ് ഇടാനായിട്ട് 1,300 രൂപയാണ് ഈ ലൈൻ ഇടുന്നതിന് ചിലവ് വന്നിരിക്കുന്നത്. സൈലൻസർ ബെൻഡിന് 1,800 രൂപ എങ്ങണ്ടായിരുന്നു. പിന്നെ പുറകെ കാണുന്ന മെറ്റൽ ഫോൾഡിൻ്റെ സൈലൻസറാണ്, അതിന് 2,400 രൂപ ആയിരുന്നു. പിന്നെ വണ്ടിയുടെ എൻജിൻ പണി, എൻജിൻ ലെയ്ത്തിൽ പണി ചെയ്യുന്നതിന് 11,500 രൂപയാണ് ലെയ്ത്ത് വർക്ക്.
പിന്നെ ടോട്ടല് ഇതിൻ്റെ ലേബർ നമ്മുടെ ശിവദാസ് മേസ്തിരിയാണ് ഈ വണ്ടി പണിഞ്ഞിരിക്കുന്നത്. പുള്ളി 15,000 രൂപയാണ് ഇതിൻ്റെ ലേബറായിട്ട്. അതായത് വണ്ടി ഇളക്കി ഓരോ ഭാഗത്തും കൊടുത്ത് ലെയ്ത്തിൽ കൊടുത്ത് അത് സെറ്റ് ചെയ്ത് വാങ്ങിക്കുന്നു, അതിൻ്റെ ഓരോ പാർട്ടുകൾ ഇളക്കുന്നു, അത് റിപ്പയർ ചെയ്യാൻ കൊടുക്കുന്നു, പാച്ച് വർക്കിന് കൊടുക്കുന്നു, അങ്ങനെ എല്ലാ കാര്യങ്ങളും പുള്ളി തന്നെയാണ് ചെയ്തത്. അതിൻ്റെ ട്രാവൽ എക്സ്പെൻസ് 1000 രൂപ പുള്ളി ട്രാവൽ എക്സ്പെൻസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ടോട്ടൽ പുള്ളി 15,000 രൂപയാണ് ഇതിൻ്റെ ലേബർ ഫിറ്റിംഗ് ചാർജ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ ഒരു സീറ്റിൻ്റെ വില 1550 രൂപയാണ്. പുതിയ സീറ്റാണ്, സ്റ്റാൻഡേർഡിൻ്റെ. ഇപ്പം ഇതിന് മാത്രമേ വില കൂടാതെ ഉള്ളൂ. ബാക്കി എല്ലാ ഭാഗങ്ങളും ഇപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ സാധനങ്ങളൊക്കെ ഭയങ്കര വിലയാണ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ഡെൽക്കോ ഭാഗം പുതിയതാണ്. 2800 രൂപയായിരുന്നു ഡെൽക്കോ. കാർബറേറ്റർ പുതിയതാണ്. ഇതിന് 2800 രൂപയാണ് ഇപ്പോൾ ഈ ഒരു കാർബറേറ്ററിന്. പിന്നെ ഇതിൻ്റെ എയർ ഫിൽറ്റർ ബോക്സ് പഴയത് തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ ഇതിൻ്റെ ഇഗ്നീഷൻ കോയിൽ 590 രൂപയാണ്. പിന്നെ ഇൻഡിക്കേറ്ററുകൾ 740 രൂപയാണ്, 4 ഇൻഡിക്കേറ്റർ കൂടെ. പിന്നെ അതിൻ്റെ നമ്പർ ബോർഡ്, ഇതും ഫ്രണ്ട് ബാക്ക് നമ്പർ ബോർഡും എല്ലാം കൂടെ 600 രൂപയാണ്. അപ്പോൾ ഏകദേശം ഇത്രയും സാധനങ്ങളാണ് പുതിയതായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ടോട്ടല് ഈ വണ്ടി വാങ്ങിയിട്ട് ഞാൻ നേരെ വർക്ക്ഷോപ്പിൽ കൊണ്ടുകൊടുത്തപ്പോൾ തന്നെ ഒരു 14,000 രൂപയുടെ സാധനങ്ങൾ, അതായത് ഡെൽക്കോയും അപ്പോൾ കുറേ വീലുകളും കുറേ സാധനങ്ങളെല്ലാം കൂടെ ചേർത്തൊരു 14,000 രൂപയുടെ സാധനങ്ങൾ ആദ്യം വാങ്ങിക്കൊടുത്തായിരുന്നു. അതിനുശേഷം മേസ്തിരി ഒരു 79,000 രൂപയുടെ ബില്ല് തന്നു. പുള്ളിയുടെ ലേബറും ലെയ്ത്തിൻ്റെ ചാർജും അതെല്ലാം കൂടെ ഒരു 79,000 രൂപ ലേബർ ഇട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി നമുക്ക് ചിലവ് വന്നിരിക്കുന്നത് ഇതിൻ്റെ RT ഓഫീസിലുള്ള ചിലവുകളാണ്. ആദ്യമായിട്ട് കോമ്പൗണ്ടിങ് ഫീസ്. ഇടയ്ക്കൊരു നിയമം ഉണ്ടായിരുന്നു, ഓരോ മാസവും 500 രൂപ വെച്ച് കണ്ട ഫൈൻ. അതായത് ടെസ്റ്റ് മുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ മാസം 500 രൂപ വെച്ച് ഫൈൻ എന്നുള്ള അത് മാറ്റിയിട്ട് ഇപ്പോൾ കോമ്പൗണ്ടിങ് ആക്കിയിട്ടുണ്ട്. 3000 രൂപയാണ് കോമ്പൗണ്ടിങ് ഫീസായിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു കോമ്പൗണ്ടിങ് ഫീസ് അടച്ചിട്ടുണ്ട്. പിന്നെ ടെസ്റ്റ് ഫീസ് 925 രൂപയാണ്. അതുപോലെ ടാക്സ് 1071 രൂപയാണ്. പിന്നെ ഇതിൽ ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടിയായിട്ട് ഓടിയത് കാരണം പണ്ട് ടാക്സ് അടച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് നമ്മുടെ ടാക്സ് ഓൺലൈനാക്കിയ സമയത്ത് എൻ്റെ ഇന്നൊരു 5046 രൂപ ടാക്സിൻ്റെ ഭാഗത്തും പോയി. അപ്പോൾ അത് ഞാൻ ഈ ഒരു വണ്ടിയുടെ വിലയുടെ കൂടെ കൂട്ടിയിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ ഇപ്പോഴത്തെ ഇൻഷുറൻസ് 1937 രൂപയാണ്. പൊല്യൂഷൻ 80 രൂപ. വണ്ടിയുടെ ലേറ്റ് ഫീസ്, വണ്ടിയുടെ രജിസ്ട്രേഷൻ ലേറ്റ് ആയതിന് ഒരു 350 രൂപ ലേറ്റ് ഫീസ് ഉണ്ട്. പിന്നെ വണ്ടിയുടെ വില 82,490 രൂപ. വണ്ടിയുടെ സീറ്റ് നേരത്തെ പറഞ്ഞ പോലെ 1550 രൂപ. അങ്ങനെ എല്ലാം കൂടെ വണ്ടി വില 1,90,029 രൂപയാണ്. അപ്പോൾ നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സിൽ ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ അവർ ട്രാവൽ വൈബ് എന്ന് പറയുന്ന ഒരു സബ്സ്ക്രൈബറാണ് 1,90,000 എന്ന് എഴുതിയിരിക്കുന്നത്, പുള്ളി കമൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് എമൗണ്ട് അല്ല എങ്കിലും നമ്മൾ പുള്ളിക്ക് വണ്ടി കൊടുക്കുന്നില്ല. എന്നാലും ഒരു സർപ്രൈസ് ഗിഫ്റ്റ് പുള്ളിക്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ പുള്ളി കാണുന്നതാണെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട്. പിന്നെ ഈ 1-2 കാര്യം കൂടെ. ഈ വണ്ടി എന്തുകൊണ്ട് ഈ ഒരു പഴയ വണ്ടി ഇത്രയും പൈസ കൊടുത്ത് ചെയ്യുന്നു, റെസ്റ്റോർ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി വാങ്ങിക്കാൻ കിട്ടാത്തതുകൊണ്ടാണ്. അതായത് ഈ ഒരു നല്ല വണ്ടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടാൻ പ്രയാസമാണ്. പിന്നെ പല ആൾക്കാരും വണ്ടി പണി ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചെയ്തതെന്ന് നമുക്കൊരു അറിയത്തില്ല. അപ്പോൾ നമ്മളെ പറ്റിക്കപ്പെടുമോ എന്നുള്ളൊരു ഭയം. അപ്പോൾ എന്തായാലും ഇതിൽ എനിക്ക് 100% വിശ്വസിച്ച് ആ ഒരു വിശ്വാസമുണ്ട്. എന്തായാലും ഒരു 5 വർഷത്തേക്ക് നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട, പുതിയ വണ്ടി എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ തന്നെയാണ് ഈ ഒരു വണ്ടി എടുത്തത്. അതുകൊണ്ട് പുതിയ വണ്ടി എടുത്ത് വലിയ താല്പര്യമില്ല. കാരണം ഏകദേശം 1,90,000 രൂപയായി പുതിയ വണ്ടി എടുക്കുന്ന പൈസയായി. പിന്നെ ഒരു വികാരം, ഈ ഒരു വണ്ടി ഓടിച്ചവർക്ക് അറിയത്തുള്ളൂ. ഈ ഒരു വികാരം വേറൊരു വണ്ടിയിലും കിട്ടത്തില്ല. ആ ഒരു വികാരത്തിന് വേണ്ടി തന്നെയാണ് ഈ ഒരു വണ്ടി വാങ്ങിയത്. ഈ ഒരു വണ്ടി ഈ ഒരു രീതിയിൽ റെസ്റ്റോർ ചെയ്തത്. ഈ ഒരു വണ്ടിയുടെ ഒരു ഭാഗത്ത് ഞാൻ തൊട്ടിട്ടില്ല, ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഈ ഒരു വണ്ടിയിൽ ഞാനിപ്പോൾ ആകപ്പാടെ ഒരു 500 കിലോമീറ്റർ മാത്രമേ സഞ്ചരിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ 1-2 ചെറിയ പണികൾ കിട്ടിയിട്ടുണ്ട്. അതും കൂടെ ഞാനൊന്ന് പറഞ്ഞിട്ട് പോവാം. ഇപ്പോൾ ആദ്യമായിട്ട് പണി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെയിനർ കംപ്ലൈൻ്റ് ആയിരുന്നു. അതായത് സ്റ്റെയിനർ നമ്മൾ തുറന്നു വെച്ചാലും പൂട്ടി വെച്ച് കഴിഞ്ഞാലും പെട്രോൾ വന്നുകൊണ്ടിരിക്കും. അതായത് നമുക്ക് മെയിൻ അറിയാൻ പറ്റത്തില്ല. അങ്ങനെ പെട്രോൾ തീർന്നിട്ട് ഒരു ദിവസം വഴിയിലായി. അതൊരു പണിയായിരുന്നു. അടുത്തൊരു കാര്യം, അതായത് ഈ ഒരു വണ്ടിയുടെ ആക്സിലേറ്റർ ഇങ്ങനെ കൊടുത്തിട്ട് തിരിച്ചു വിടുന്ന സമയത്ത് ഈ ഒരു കേബിള് എന്താ പറയുക, ഈ ഒരു സാധനം മൊത്തത്തിൽ ഇനി താഴോട്ട് വരും. പിന്നെ ലോക്കാവും. ഈ ഒരു ഭാഗത്ത് ലോക്കായിരുന്നു. അതായത് വണ്ടി നമ്മൾ ആക്സിലറേറ്റർ ചെയ്തിട്ട് തിരിച്ചു വിടുന്ന സമയത്ത് വണ്ടി റൈസിങ്ങിൽ തന്നെ നിൽക്കും, ഡൗൺ ആകത്തില്ല. അപ്പോൾ നമുക്ക് ഗിയർ മാറ്റാനും പറ്റത്തില്ല. വണ്ടി ഭയങ്കര ശബ്ദമൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക വല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ അത് നമ്മൾ ശരിയാക്കിയിട്ടുണ്ട്. ചെറിയൊരു വാഷർ, കുറച്ചുകൂടെ വലിപ്പമുള്ളൊരു വാഷർ അവിടെ ഇട്ടപ്പോഴേക്കും ആ ഒരു പ്രശ്നം സോൾവ് ആയി. എങ്കിലും അതൊരു പ്രശ്നം തന്നെയായിരുന്നു. അടുത്തൊരു മെയിൻ പണി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ വണ്ടിയുടെ ന്യൂട്രൽ സ്വിച്ച് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായില്ല. അതായത് ഈ ന്യൂട്രലിൻ്റെ എന്താ പറയുക, ഈ അടിയിലുള്ളൊരു നെട്ടുണ്ട്, അതിൻ്റെ പേരെന്നുണ്ടായിരുന്നു, മറന്നു. അപ്പോൾ ഈ നെട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാത്തത് കാരണം നമ്മൾ ഈ കുട്ടി ലിവർ ചവിട്ടുന്ന സമയത്ത് വണ്ടി കറക്റ്റായിട്ട് ന്യൂട്രലിൽ വീഴത്തില്ലായിരുന്നു. അപ്പോൾ അതൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിനകത്ത് ഓയിലൊന്നും ഇല്ലായിരുന്നു, ഗിയർ ബോക്സിനകത്ത് ഓയിലില്ലായിരുന്നു, അതൊരു കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയും പണികളാണ് നമുക്ക് വണ്ടി എടുത്തിപ്പോൾ കിട്ടിയത്. അതായത് വണ്ടി വഴി കിടന്നു, പിന്നെ അതുപോലെ ഈ ഒരു ആക്സിലറേഷൻ്റെ ഒരു ചെറിയ പ്രശ്നം, പിന്നെ മൈലേജിൻ്റെയും ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതിപ്പോൾ ട്യൂൺ ചെയ്തു. മൈലേജ് അത്യാവശ്യം നല്ല മൈലേജ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മൈലേജ് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോയും തുടർന്ന് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എത്ര രൂപയാകും വണ്ടി നല്ല രീതിയിലൊരു പണിഞ്ഞിറക്കാനായിട്ട് എത്ര രൂപയാകും എന്നുള്ളൊരു ബേസിക് ഐഡിയ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ എന്തായാലും കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണും എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ മനോഹരമായ മറ്റൊരു വീഡിയോ ഇത് പിന്നെ കാണാം. ബൈ.